4000-നും 7000-നും അടക്കം ആണ് നമ്മുടെ ബില്ലിങ് ആവറേജ് ഇപ്പോൾ കേരളത്തിൽ പലർക്കും ഉള്ളത്. കാര്യം പലർക്കും വണ്ടിയുണ്ട്, പിന്നെ നൈറ്റിലെ യൂസേജ് കൂടുതലാണ്, AC കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ROI ചാർട്ടാണ് ഞാൻ ബേസിക്കലി പറയുന്നത്. കാര്യം നിങ്ങൾ കഴിഞ്ഞ 5 വർഷം മുന്നേ സോളാർ വെച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഈ 2,10,000 രൂപ വേസ്റ്റ് ആക്കില്ലായിരുന്നു. ഈ എമൗണ്ട് എന്ന് പറയുന്നത് കഴിഞ്ഞ 5 വർഷത്തേക്ക് അടച്ച കറണ്ട് ബില്ലാണ്. ഇതിൻ്റെ ബേസിക് ROI ആണ്. ഇപ്പോൾ നിലവിലൊരു 3 കിലോവാട്ട് പവർ പ്ലാന്റ് നമ്മൾ ചെയ്യുവാണെങ്കിൽ ഒരു ദിവസം ഒരു 12 യൂണിറ്റോടെ നമുക്കത് ജനറേറ്റ് ചെയ്യും. എന്ന് പറയുമ്പോൾ ഒരു 360 യൂണിറ്റ്സ് നമുക്ക് കിട്ടും. ഇപ്പോഴത്തെ ഒരു ബേസിക് കോസ്റ്റ് 9.7 റുപ്പീസ് പെർ കിലോവാട്ടാണ് KCB ചാർജ് ചെയ്തത്. ഇത് താരിഫ് ഇൻക്ലൂഡിങ് നമ്മുടെ ADC ചാർജ്, ടാക്സ് എല്ലാം ഉൾപ്പെടെയുള്ള ആവറേജ് വാല്യൂ ആണ്. അപ്പോൾ അറൗണ്ട് ഒരു 3,492 രൂപ നമുക്ക് ഒരു മാസം സോളാർ വെച്ചുകൊണ്ട് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ഇയർലി സേവിങ്സ് എന്ന് പറയുന്നത് അറൗണ്ട് 41,904 രൂപ നമുക്ക് ഒരു വർഷം നമുക്ക് സോളാർ ലോൺ സേവ് ചെയ്യാം. ഇതിൽ അട്രാക്റ്റീവ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിലൊരു ഗവൺമെൻറ് സബ്സിഡി ഉണ്ട് 78,000 രൂപ. അതോടൊപ്പം തന്നെ ഒരു 3 കിലോവാട്ടിൻ്റെ ഒരു ആവറേജ് കോസ്റ്റ്, സ്റ്റാൻഡേർഡ് ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ ഒരു പ്രീമിയം സിസ്റ്റം 2,18 വരും. അതിന് താഴത്തേക്കുള്ള വേരിയൻസ് അവൈലബിൾ ആണ്. ഇതിൻ്റെ നെറ്റ് കോസ്റ്റ് സബ്സിഡി കഴിഞ്ഞിട്ട് ഒരു 1,40,000 രൂപയാണ് കോസ്റ്റ് വരുന്നത്. ഇതിൽ നമ്മളുടെ ROI നിങ്ങൾ നോക്കിയേ, അറൗണ്ട് ഒരു 3.3 വർഷം കൊണ്ട് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ബ്രേക്ക് ഈവൻ ആവും ഈ സബ്സിഡി ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മളുടെ ഇനി അടുത്ത ഒരു 25 വർഷമാണ് ഒരു ആവറേജ് സോളാർ പ്ലാന്റിൻ്റെ ലൈഫ് പറയുന്നത്. അപ്പോൾ അറൗണ്ട് ഒരു 22 വർഷത്തേക്കുള്ള നമ്മുടെ സേവിങ്സ് എന്ന് പറഞ്ഞാൽ അറൗണ്ട് ഒരു 9.2 lakhs ആണ്. ഓക്കെ, ഇതൊരു എന്തുകൊണ്ട് ഇപ്പോൾ സോളാറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം? ഇതിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഞാൻ പറയുന്ന പോയിന്റാണ് ട്രാൻസ്ഫോമർ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ ന്യൂ ഗവൺമെൻറ് പോളിസീസ്, പുതിയ ഗവൺമെൻറ് പോളിസീസൊക്കെ ഇപ്പോൾ ചേഞ്ച് ആയി വരുന്നുണ്ട്. നെറ്റ് മീറ്ററിങ്ങിന് ഒരു നെറ്റ് ബില്ലിംഗ് എന്നുള്ളൊരു കൺസെപ്റ്റിലോട്ടൊക്കെയാണ് ഇപ്പോൾ പോകുന്നത്. പിന്നെ നമുക്ക് ടാക്സ് ബെനിഫിറ്റ് ഉണ്ട്. ഇൻകം ടാക്സിൽ നമുക്ക് സെക്ഷൻ 32-ൽ 40% നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കും. പിന്നെ അതുപോലെ നമ്മുടെ താരിഫിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ സോളാർ വെച്ചുകൊണ്ട് നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ സാധിക്കും. ഇതിപ്പോൾ ട്രാൻസ്ഫോമർ കപ്പാസിറ്റി ഇപ്പോൾ നിലവിൽ നമ്മുടെ വീടിൻ്റെ ആ ട്രാൻസ്ഫോമറിൽ എത്ര സോളാർ ഉണ്ടെന്നുള്ള എന്തെങ്കിലും അറിയാമോ? നമുക്കിതിൽ KCBയുടെ ഡേറ്റ പ്രകാരം അവൈലബിൾ ആണ്. ഇപ്പോൾ ആരംഭത്തിലെ വീട്ടിൽ അവിടെ ഇരിക്കുന്നത് 160 kVയുടെ ട്രാൻസ്ഫോമറാണ്. അതിൽ 129 kW ആണ് നമുക്ക് സോളാർ ചെയ്യാൻ പറ്റുന്നത്. ഇത് ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഒരു സോളാർ സിസ്റ്റം ചെയ്യുന്നതിന് ഒരു ട്രാൻസ്ഫോമറിൽ ഒരു പർട്ടിക്കുലർ പരിധി ഉണ്ട്. ആ പരിധി കഴിഞ്ഞാൽ പിന്നെ സോളാർ ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ അവിടെ ബാലൻസ് നോക്കിയേ, 84 കിലോവാട്ട് അവിടെ ബാലൻസ് ഉള്ളൂ. ഇതിപ്പോൾ ജോസി സാറിൻ്റെ സ്ഥലത്താണെങ്കിൽ അവിടെ 160ൻ്റെ ട്രാൻസ്ഫോമർ ഇരിക്കുന്നത്, 42 കിലോവാട്ട് അവിടെ ഓൾറെഡി സോളാർ വെച്ച് കഴിഞ്ഞു. ബാലൻസ് ഉള്ളത് 82 കിലോവാട്ട്. ഈ ഡേറ്റ ഞാൻ എന്തിനാ കാണിച്ചെന്ന് വെച്ചാൽ നമ്മൾ പ്ലാൻ ചെയ്യും നമ്മൾ സോളാർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്, പക്ഷേ KCBയിലേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ അപ്രൂവൽ കിട്ടണമെന്നില്ല. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ ഫിൽഡ് കപ്പാസിറ്റി ഇപ്പോൾ നിലവിൽ ആലപ്പുഴ സെക്ഷനാണ്. ആലപ്പുഴ സൗത്ത് സെക്ഷൻ BSNL എന്നുള്ള ട്രാൻസ്ഫോമറിൽ അറൗണ്ട് ഒരു 75 കിലോവാട്ടോളം സോളാർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അവിടെ ഏത് ഇൻഫ്ലുവൻസിൽ ചെന്നാൽ പോലും അവിടെ നമുക്ക് സോളാർ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കില്ല. കാര്യം ഈ ട്രാൻസ്ഫോമർ ഓൾറെഡി ഫിൽഡാണ്. അതുപോലെ അടുത്തൊരു ട്രാൻസ്ഫോമറാണ് ഈ മൊഹമ്മ സെക്ഷൻ്റെ അണ്ടറിൽ വരുന്ന അടിവാരം, സൗത്ത് അടിവാരം, ഇതെല്ലാം ഫിൽഡാണ്. ഈ റെഡിൽ കിടക്കുന്ന ഒന്നും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത്, നമ്മുടെ ഇൻസ്റ്റാളേഷൻ നമ്മൾ ചെയ്യാൻ നമ്മൾ വൈകും തോറും നമ്മുടെ നൈബേഴ്സ് പവർ പ്ലാന്റൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മുടെ കപ്പാസിറ്റി അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇത് എന്തുകൊണ്ട് ഞങ്ങളെ ചൂസ് ചെയ്യണമെന്നുള്ളത്, ഇപ്പോൾ മാതാപിതാ AI ദൈവം എന്നല്ലേ പറയുക. AIയിൽ ചോദിച്ചാൽ മതി. ChatGPTയിൽ വൺ ഓഫ് ദ ഫസ്റ്റ് ലീഡിങ് ഇതായിട്ടും ChatGPTയിൽ സെക്കൻഡ് റേറ്റിങ്ങിലുമാണ് സെറ്റിന് പ്ലേസിങ് ആയിട്ടുള്ളത്. ഞങ്ങൾ ചെയ്യുന്ന ബ്രാൻഡ്സാണ് ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡ്സും ചെയ്യും. കസ്റ്റമൈസേഷൻ ചെയ്തിട്ട് സോളാർ ഇൻസ്റ്റാളേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലൂമിനസ്, എക്സൈഡ്, അതുപോലെ വാരി, അദാനി അങ്ങനെയുള്ള ബ്രാൻഡ്സ് എല്ലാം നമ്മൾ ചെയ്യുന്നതാണ്. നമ്മുടെ ടീം സൈസാണ് ഇത്. വയലാറ് പ്രവർത്തിക്കുന്ന നമ്മുടെ ഓഫീസിലെ ടീം സൈസാണ് ഇത്. പാനലിൻ്റെ ഹാൻഡ്ലിങ്, കാര്യം പാനലിൽ പെട്ടെന്ന് ഡാമേജ് വരാൻ സാധ്യതകളാണ്. പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് ഡാമേജ് വരാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഹാൻഡ്ലിംഗ് ഒക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഇത് നമ്മുടെ ഇൻസ്റ്റലേഷൻ പ്രൂഫ്, ഏത് ടൈപ്പ് പ്രൂഫ് ആയിക്കോട്ടെ, ഏത് ടൈപ്പ് സ്ട്രക്ചർ ആയിക്കോട്ടെ, ഇതുവരെ നമുക്ക് 1200ഓളം പ്രോജക്ട്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഓൾ കേരള ബേസിൽ. അത് നമ്മുടെ BNI എന്നുള്ള സപ്പോർട്ടും വളരെ വലുതാണ്.
ഞങ്ങളുടെ ഗൂഗിൾ റിവ്യൂസ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഗൂഗിൾ റിവ്യൂസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആലപ്പുഴയിലെ വൺ ഓഫ് ദ ലീഡിങ് കമ്പനിയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ChatGPT-യിലും അതുപോലെ നമ്മുടെ ജെമിനിയിലൊക്കെ കൂടുതൽ റേറ്റിംഗിൽ ഇരിക്കുന്നത്.